ഈ ബ്രസീലിയൻ ഫാഷൻ മോഡൽ റാരിസ, അവരുടെ ചിത്രമൊക്കെ 22 ഇടത്ത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അലക്ഷ്യമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ അതിനെ കൈകാര്യം ചെയ്തു. എന്യൂമറേറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നാകാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എറർ ആകാം, അല്ലെങ്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആകാം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒഴിയാം. പക്ഷെ ചില ന്യായമായ സംശയങ്ങൾ ഇതുണ്ടായി. രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിച്ചത് കൃത്യമായ കേന്ദ്രീകൃതമായ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചോരിക്ക് കൂട്ടുനിന്നു. അട്ടിമറിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടത്തി. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ അറിവോടെയും സമ്മതത്തോടെയും അനുഗ്രഹാശിസ്സുകളോടെയും ആണ് എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വലിയ പ്രതിരോധം നേരിടുകയാണ്. അവർ ഭരണഘടനാ സ്ഥാപനത്തിലുള്ള വിശ്വാസ്യത വലിയ രീതിയിൽ കളങ്കപ്പെട്ടു എന്നത് നിസ്സംശയം പറയുകയും ചെയ്യാം. പക്ഷെ അഗ്നിശുദ്ധി വരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അതേസമയം ഇത് കൂടുതൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് രാഹുൽ ഗാന്ധിയുമാണ്. അതുകൊണ്ട് ജനം ചെറിയ ആശയക്കുഴപ്പത്തിലാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും എല്ലാവരും തയ്യാറാവില്ല. അതേസമയം അതിൽ കതിരും പതിരും തെളിച്ചെടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ മാധ്യമലോകം.